സംസ്ഥാന സർക്കാർ കൈയൊഴിഞ്ഞതോടെ സംസ്ഥാനത്തെ 55 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർണ്ണമായി ഏറ്റെടുത്ത റെയിൽവേ. പദ്ധതി തുക പൂർണ്ണമായും റെയിൽവേ തന്നെ വഹിക്കും. നിർമ്മാണ ചെലവിന്റെ 50% സംസ്ഥാനം വഹിക്കണമെന്ന റെയിൽവേയുടെ നിർദ്ദേശത്തോട് സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുകയായിരുന്നു. പൊതുതാൽപര്യാർത്ഥം കേരളത്തിലെ 55 മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവ് വഹിക്കാനാണ് റെയിൽവേ നടപടികൾ ആരംഭിച്ചത്. സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള 50% ചെലവ് പങ്കിടൽ അടിസ്ഥാനത്തിൽ തിരക്കേറിയ ലെവൽ ക്രോസിംഗുകൾക്ക് പകരമായി കേരളത്തിൽ ആകെ 126 ആർഒബികൾ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം നൽകാത്തതിനാൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട പ്രധാന പദ്ധതികളിൽ ഭൂരിഭാഗവും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഇതോടെയാണ് പൊതുസുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഏറ്റവും നിർണായകമായ 55 ആർഒബികൾക്ക് പൂർണ്ണമായി ധനസഹായം നൽകുന്നതിന് ദക്ഷിണ റെയിൽവേ തീരുമാനമെടുത്തത്. ദക്ഷിണ റെയിൽവേ തീരുമാനത്തോടെ തിരക്കേറിയ ലെവൽ ക്രോസിംഗുകളിൽ നടപടികളും ആരംഭിച്ചു. 18 ആർഒബികളിൽ മാത്രമേ പദ്ധതികൾ അന്തിമമാക്കാനും ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ നടത്താനും കഴിഞ്ഞിട്ടുള്ളൂ. ഇവയ്ക്ക് റെയിൽവേ അനുവദിച്ച 95 കോടി രൂപ ഫണ്ടും ഇതിനകം തന്നെ സംസ്ഥാനത്തിന് കൈമാറി. ഈ 18 ആർഒബികളും സംസ്ഥാന സർക്കാരിന്റെ KRDCL 18 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. 55 മേൽപ്പാലങ്ങൾക്ക് പുറമെ കേരളത്തിലെ തിരക്കേറിയ ലെവൽ ക്രോസിംഗുകളിൽ അനുവദിച്ച 65 ആർഒബികൾ കൂടി ഉണ്ട്. ഇവയും വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ ഫണ്ടിന്റെ ലഭ്യതയില്ലായ്മ മൂലം നിർമ്മാണം നടക്കുന്നില്ല. സംസ്ഥാന സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ ഈ ആർഒബികൾക്കുള്ള 100% ധനസഹായവും റെയിൽവേ ഇപ്പോൾ നൽകുന്നതിനാൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, തടസ്സമില്ലാത്ത ഗതാഗതം, അപകടരഹിതമായ ക്രോസിംഗുകൾ എന്നിവയ്ക്കുള്ള പ്രധാന തടസ്സം കൂടിയാണ് റെയിൽവേ നീക്കുന്നത്. ജനം, തിരുവനന്തപുരം.